like, subscribe. ഹലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജുഞ്ചുലെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹൈക്കിംഗ് സ്പോട്ടിയിട്ടാണ്. 5-6 തവണ ഞാനിവിടെ വന്നിട്ടുള്ളതുകൊണ്ട് ഇന്ന് ഞാൻ നെയ്ബർ മാപ്പ് ഇടാണ്ടാണ് പോകുന്നത്. എല്ലാം എനിക്ക് കാണാപ്പാടാണ്. അപ്പോൾ എങ്ങനെ ഇവിടെ എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജുഞ്ചുവിൽ നംബു മാർക്കറ്റ് സ്റ്റോപ്പിൽ ഇറങ്ങണം. സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഇതാ ഒരു വഴിയുണ്ട്. അത് നംബു മാർക്കറ്റിട്ടുള്ള വഴിയാണ്. ആ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ പോണ വഴിക്ക് ഇവിടെ കുറേ ചെടിക്കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗാർഡനിൽ വെക്കുന്ന കുഞ്ഞു കുഞ്ഞു ചെടികളല്ല, ഇത് നമ്മൾ വലിയ പാർക്കിലൊക്കെ നടന്ന വലിയ പൂമരങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ കുറേ ചെടികളാണ് ഇവിടെ. എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെടിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മിക്കപ്പോഴും ഞാൻ അവിടെ വരുമ്പോൾ കാണാറുണ്ട്. എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ റോഡ് കണ്ടോ, മാർക്കറ്റായിട്ടുള്ള റോഡാണ്. ഒരുപാട് എക്സ്പാൻഡ് ഒന്നും ചെയ്യാത്ത, അതായത് എക്സ്പാൻഡ് ചെയ്യാൻ സ്ഥലമില്ല. കാരണം ഒരുപാട് നാളുകൾ മുൻപുള്ള പഴയ കടകളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുട്പാത്ത് ഒന്നുമില്ല. കണ്ടോ, ഇത് മാർക്കറ്റായിട്ടുള്ളൊരു എൻട്രിയാണ്. മാർക്കറ്റിൻ്റെ അവിടെ ഒരു കാജിയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. കാജി ആരാണെന്ന് അറിയായിരിക്കുമല്ലോ, അതെ, കൊറിയൻ മാഗ്പൈ. അപ്പോൾ ഒരു ഗേറ്റ് കണ്ടോ ഫ്രണ്ടിൽ, അത് കൊറിയയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഗേറ്റാണ്. അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ ഈ ഗേറ്റ് ജുഞ്ചുവിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഈ മാർക്കറ്റ് ഉണ്ടല്ലോ, ചില ദിവസങ്ങളിലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ മാർക്കറ്റ് ഡേ ആണ്. നല്ല തിരക്കാണ് റോഡിലൊക്കെ. പിന്നെ സോലാൽ കഴിഞ്ഞ് വന്നിട്ടുള്ള ഹോളിഡേയും ആയതുകൊണ്ട് ഒരുപാട് തിരക്കുണ്ട്. കൊറിയയിൽ ഫ്രൂട്ട്സിന് ഭയങ്കര വിലയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫ്രൂട്ട്സിന് മാത്രമല്ല, ചില കാര്യങ്ങൾക്കൊക്കെ വിലയാണ്. പക്ഷേ ഫ്രൂട്ട്സിന് ഭയങ്കര വിലയാണ്. ഇവിടെ ഒരു ഉണക്കമീൻ കടയുണ്ട്. പല തരത്തിലുള്ള ഉണക്കമീനുകൾ നമുക്കിവിടെ കിട്ടും. ഉണക്കമീൻ മാത്രമല്ല, കടയിൽ വേറെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. റൈസ് കേക്ക്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ മൂച്ചിയൊക്കെ പോലത്തെ അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഇത് കണ്ടോ, ഇതിനും റൈസ് കേക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ അമ്പലപ്പറമ്പിലൊക്കെ കിട്ടുന്ന പൊരി ഉണ്ടല്ലോ, ആ പൊരി പോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പരത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇങ്ങോട്ട് നമുക്ക് പിന്നീട് വരാം. ഇന്ന് മാർക്കറ്റ് ഡേ ആയതുകൊണ്ട് കുറേ തിരക്കാണ്. ഒരു പിങ്ക് കളർ അമ്മൂമ്മ പറഞ്ഞുണ്ട് ഒരു വണ്ടിയൊക്കെ തള്ളിയിട്ട്. ഇത് ഇവിടുത്തെ വയസ്സായ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ തള്ളിക്കൊണ്ട് പോകുന്നൊരു വണ്ടിയാണ്. നമ്മൾ കുഞ്ഞുമാവന്മാരൊക്കെ കൊണ്ടുപോകില്ലേ, അതുപോലെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കുമല്ലോ. നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് വയ്യാതാവും പെട്ടെന്ന്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവർ ആ വണ്ടിയിൽ സാധനങ്ങൾ വെക്കും. എന്നിട്ട് അവർ സപ്പോർട്ടിന് ആ വണ്ടി പിടിച്ച് തള്ളിക്കൊണ്ട് ഇങ്ങനെ നടക്കും. അതൊരു ഈസി വേ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ സാധനങ്ങളെല്ലാം പറക്കി പോണേലും നല്ലത് അത് തന്നെയാണല്ലോ. ഈ കട കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ അമ്പലപ്പറമ്പിലൊക്കെ കാണുന്ന ഹൽവ കടയില്ലേ, അതുപോലെ. ആ അമ്മമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു പച്ചക്കറി ഉള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോയെന്ന്, അതായത് വെജിറ്റേറിയൻ. അമ്മ പറഞ്ഞു എല്ലാം നോൺ വെജാന്ന്. ഞാനൊരു വെജിറ്റേറിയനാണേ, അതുകൊണ്ട്. ഇനി അങ്ങോട്ട് അധികം ആൾക്കാരെ ഒന്നും കാണാത്തൊരു ഏരിയയാണ്. എന്താണെന്നറിയില്ല. ആൾക്കാരൊക്കെ ഇനി മാർക്കറ്റിലായിരിക്കുമോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോയേക്കുമായിരിക്കുമോ, അറിയില്ല. ഈ പോണ വഴിയിൽ ഇവിടെ ഒരു നല്ലൊരു സ്കൂളൊക്കെ ഉണ്ട്. നല്ല കാണാൻ ഭംഗിയുള്ളൊരു സ്കൂളുണ്ട്. ഒരു ഹൈസ്കൂളാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പേര് ഞാൻ മറന്നുപോയി. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോണ വഴിയിൽ കുറേ കടകളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന ചില കടകളൊക്കെ പോലെ. പിന്നെ ചില കഫേകളുണ്ട്. ഒരുപാട് റിപ്പയറിങ് ഷോപ്പുകളുണ്ട്. കുറേ ചെടികളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. സ്ക്രാപ്പൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജുഞ്ചുവിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹൈക്കിംഗ് സ്പോട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു മൗണ്ടൻ പീക്കാണ്. ആ മൗണ്ടൻ്റെ പീക്കിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു പവലിയൻ ഉണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജുഞ്ചുവിൻ്റെ ഒരുപാട് ഏരിയ നമുക്ക് നല്ല വ്യൂവിൽ കാണാൻ പറ്റും. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് വാൻസാൻ പാർക്ക്. ഈ വാൻസാൻ പാർക്കിന് തന്നെ പല പല ഭാഗങ്ങളുണ്ട്. വാൻസാൻ പാർക്കിൻ്റെ ഒരു മെയിൻ ഏരിയ ഉണ്ട്. പിന്നെ ഒരു പീക്കുണ്ട്. ആ പീക്കിൻ്റെ പേരാണ് വാൻസാൻ ചിൽബോങ് പീക്ക്. അവിടെ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളും ഉണ്ട് ആ ഏരിയയിൽ. അതിൻ്റെ പേരാണ് വാൻസാൻ ചോങ്സ ടെമ്പിൾ. ഈ വീട് കണ്ടോ, ഞാൻ എല്ലാ തവണ വരുമ്പോൾ നോക്കാറുണ്ട്. സാധാരണ അതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ പച്ചക്കറിയൊക്കെ അവർ പറിച്ചെടുത്തിട്ട് നിലമൊക്കെ ഒരുക്കിയിട്ടേക്കുവാണ്. നല്ലൊരു വീടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ. ചില തമിഴ്നാട് സ്റ്റൈൽ വീട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്ന വീടില്ലേ, ചെറിയ കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ. ഇത് ഞാൻ പറഞ്ഞ ആ ഹൈസ്കൂളിൻ്റെ കെട്ടിടമാണ് ഞാൻ കാണുന്നത്. ഇപ്പം നേരെ പോകുമ്പോൾ ഒരു ചെറിയ കാറ്റാടിപ്പാടമുണ്ട്. കണ്ടോ, ഇതും ഒരു വീടാണ്. ആ വീടിൻ്റെ ഏരിയയിലാണ് ഇതുപോലെ കൃഷിയൊക്കെ ചെയ്തേക്കുന്ന ഒരു സ്ഥലം. ഒരു കഫേ കണ്ടോ, ഞാൻ എപ്പോൾ വന്നാലും ഈ കഫേയിൽ നല്ല തിരക്കായിരിക്കും. വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഒരുപാട് ആൾക്കാർ ആ കഫേയിൽ കയറുന്ന കണ്ടിട്ടുണ്ട്. സ്കൂളിൻ്റെ ഗ്രൗണ്ടാണിത്. നമ്മൾ
മൗണ്ടൻ്റെ താഴെ ആ വാലി ഡ്രോപ്പിലാണ് നമ്മൾ ഇത് കാണുന്നത്. ഇതാ ബോർഡ് എഴുതി വെച്ചേക്കണുണ്ടോ, വാൻസാൻ ഖോങ്ബോൺ. ഖോങ്ബോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കാണ്. ഇവിടെ നിന്ന് മുതലാണ് ഇനി തുടങ്ങണത്. നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ ഈ വീട് കണ്ടോ, എല്ലാ തവണ വരുമ്പോഴും ഞാൻ കണ്ണു വയ്ക്കാറുള്ള വീടാണ്. ആരുടെ വീടാണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വീട്, പിന്നെ കുറേ ചെടിയൊക്കെ നടാനുള്ള സ്ഥലം, ഒരു ഗേറ്റ്, അങ്ങനെ ഇവിടെ ഒരുപാട് വീടുകളുണ്ട്. എല്ലാത്തിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്തേക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞു ഏരിയ ഉണ്ട്. ഇതുവഴി നമ്മളങ്ങ് കയറി പോവാനുണ്ടേ. അതായത് കുറേ ഹെയർ പിൻ വളവുകളുണ്ട്. എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ എണ്ണിയില്ല. എല്ലാ തവണ പോകുമ്പോഴും ഞാൻ വിചാരിക്കും എണ്ണണമെന്ന്. പക്ഷേ ഞാനിങ്ങനെ ക്യാമറയൊക്കെ പിടിച്ച് അണച്ചണച്ച് ഓരോ വളവും ചെല്ലുമ്പോഴത്തേനും ഞാൻ എണ്ണാൻ മറന്നു പോകും. മേ ബി എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെ കുറേ നടന്ന് ഇങ്ങോട്ട് പോകാനുണ്ട്. പോകുമ്പോൾ ഒരു സുന്ദരൻ ചെറുക്കൻ എൻ്റെ അതിക്കടെ നോക്കിക്കേ, ആരാണെന്ന് കാണാൻ പറ്റുന്നുണ്ടോ? വന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. എൻ്റെ വീട്ടിലുണ്ട് അങ്ങനത്തെ ഒരു സുന്ദരൻ ചെറുക്കൻ. കാണുന്നുണ്ടോ? കാണാനില്ലല്ലോ. ഇപ്പോൾ വരുവേ, നോക്കിയിരുന്നോളണം. വരുന്നുണ്ട്. അതെ, വന്നു കേട്ടോ, ഈ ചെറുക്കൻ. ഇവിടുത്തെ ഈ പട്ടിക്കുട്ടികൾ അവരുടെ ആൾക്കാരങ്ങനെ ട്രെയിൻ ചെയ്തേക്കണേന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ അടുത്തേക്കൊന്നും അങ്ങനെ വരില്ല. ഞാൻ വിളിച്ചായിരുന്നു, പക്ഷേ വന്നില്ല. മോർണിംഗ് വാക്കിന് ഇറങ്ങിയേക്കുമെന്ന് തോന്നുന്നു. കണ്ടോ, ഇവിടെ നല്ലൊരു വില്ലേജ് ഉണ്ട്. ഇങ്ങനെ കയറി പോകുമ്പോൾ പല വഴികളായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് ഈ പാർക്കിനെ. നമ്മൾക്ക് പോകേണ്ടത് ലെഫ്റ്റിൽ കൂടെയാണ്. അതിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. റൈറ്റിട്ട് പോകുമ്പോൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ തവണ വരുമ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഇത് കണ്ടോ, ആരോ റോട്ടിൽ ചമ്മന്തി ആക്കി വെച്ചേക്കുവാണ് ആ പോസ്റ്റൊക്കെ. ഇത് നോക്കിയാൽ ഈ സൈഡിൽ ഈ മരങ്ങൾ നിൽക്കണുണ്ടോ, ഇത് ഭയങ്കര ഡേഞ്ചറായിട്ട് തോന്നിയിട്ടില്ലേ? പലയിടത്തും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, സൂക്ഷിക്കണം, അതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടെന്ന്. അതായത് ലാൻഡ് സ്ലൈഡിന് സാധ്യതയുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കണ കാരണം ഒരു പരിധി വരെ അവർ ഹോൾഡ് ചെയ്തേക്കുമായിരിക്കും. പക്ഷേ എന്നാലും ഇതുപോലെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോഴാണല്ലോ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാവുന്നത്. ഇതിപ്പോൾ കുറച്ച് ഏരിയയിൽ മാത്രമേ ഇതുപോലെ കെട്ടി നിർത്തിയിട്ടുള്ളൂ കേട്ടോ. കെട്ടി നിർത്തിയേക്കുമല്ല, അതെന്തോ പ്രത്യേകതരം ഒരു കൺസ്ട്രക്ഷനാണത്. ഒരു ഗ്രില്ലൊക്കെ പോലെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കണ്ടോ, അതവിടെ തീരുവാണ്. ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെ ഒന്നും തന്നെ ഇല്ല, മരങ്ങളുടെ വേര് മാത്രമേ ഉള്ളൂ. ഇക്കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായി. എന്തോ റിസോർട്ട് പോലത്തെ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പൈലിംഗ് വർക്കൊക്കെ ആയിരുന്നു ഞാൻ വന്നപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ബിൽഡിംഗ് കുറച്ചായിട്ടുണ്ട്, നമുക്ക് കാണാം കേട്ടോ എന്താണെന്ന്. നല്ല ഭംഗിയുള്ളൊരു ബിൽഡിംഗാണ്. സാധാരണയായിട്ട് ആരൊക്കെ ഇവിടെ വരുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഒരുപാട് ഫാമിലീസും ഒക്കെ വരാറുണ്ട്. അവരിതുപോലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് ഇതിൻ്റെ മുകളിൽ കയറുക, തിരിച്ചിറങ്ങി വരിക, അങ്ങനെ ചെയ്യണ കുറേ ഫാമിലീനെ ഞാനിവിടെ കാണാറുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ എല്ലാ തവണ വരുമ്പോഴും ഒരാളെ കാണാറുണ്ട്. ഒരു സൈക്കിളൊക്കെ ചവിട്ടി എന്തോ മത്സരത്തിന് എന്തോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. എല്ലാ തവണയും തന്നെ കാണാറുണ്ട്. സൈക്കിൾ ചവിട്ടി മുകളിലോട്ട് പോവും, സൈക്കിൾ ചവിട്ടി താഴത്തോട്ട് ഇറങ്ങി വരും. മുകളിൽ പീക്ക് വരെ ഒന്നും എത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ നടക്കാൻ പോകുന്നവരും അങ്ങനെയുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, മരങ്ങളൊക്കെ നിൽക്കണുണ്ടോ? എല്ലാ തവണയും എല്ലാ വീഡിയോയിലും ഞാൻ പറയണ പോലെ ഞാൻ പിന്നെയും പറയുകയാണ്, ഇതിങ്ങനെ കരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫോറസ്റ്റായിട്ട് വിചാരിക്കരുത്. നല്ല പച്ച ഇലയും മഞ്ഞ ഇലയൊക്കെ നല്ല സമയത്താണെങ്കിൽ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ നോക്കിക്കേ, മൊത്തം ഇലയും കൊഴിഞ്ഞു പോയിട്ട് ഇപ്പോൾ മരം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതൊരു ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്ലേസാണ്. ചില ഡ്രാമയൊക്കെ കണ്ടിട്ടുണ്ടോ? അതായത് ഈ സൈക്കോ ത്രില്ലറൊക്കെ, അതിനകത്ത് ഇങ്ങനെ ആൾക്കാരെയൊക്കെ തല്ലിക്കൊന്ന് കുഴിച്ചിടുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെയുള്ളൊരു സ്ഥലമാണിത്. കണ്ടോ, താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ കാണാൻ പറ്റും. അവരെന്തോ അവിടെ ആർട്ടിഫിഷ്യലായിട്ട് എന്തോ കനാൽ പോലത്തെ സെറ്റപ്പൊക്കെ പണിയുന്നുണ്ട്. ഒരു ഫാമിലി നടന്നു തന്നെ ഉണ്ടോ, അവരെന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. കുറേ ഹിസ്റ്റോറിക്കലായിട്ട് എന്തോ പ്രത്യേകതയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി എനിക്ക് മനസ്സിലായില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതോ യുദ്ധകാലത്തൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ അവിടെയുണ്ട്. അതൊക്കെ അവർ ഇതുപോലൊരു മെമ്മോറിയൽ പോലെയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നടന്ന് പോകുമ്പോൾ നമുക്കവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതായത് എന്തോ ഒരു പാർക്ക് പോലെയാണ്. ഒരുപാട് അപ്ലിഫ്റ്റ് പ്ലാറ്റ്ഫോം ഒക്കെ പണിത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നമുക്ക് കയറി നടക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ
നന്നായിട്ട് പണി നടക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ ചെന്നപ്പോൾ പണിയൊന്നും നടക്കണ്ടായില്ല, സ്ലോ ആയി. ഞാൻ വിചാരിച്ചു ചെല്ലുമ്പോഴത്തേനും അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അതിക്കിടെയൊക്കെ പോവാം എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമേ. ഏതോ ഒരു യുദ്ധത്തിൻ്റെ മെമ്മോറിയലാണ് അവിടെ കാണുന്നത്. അവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ കയറി വന്നിട്ട് ഒരു വളവ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് ദൂരം നടന്നു വന്നതുകൊണ്ടും ഒരു വളവ് നമ്മൾ ഒരു വലിയ വളവ്, മൈ ബോസ് സിനിമയെ പറയില്ലേ ഓരോ കിലോമീറ്ററും കഴിയുമ്പോഴാണ് ഓരോ വളവ്, അതുപോലൊരു വളവ് കഴിഞ്ഞ് വന്നതുകൊണ്ട് നമുക്കിവിടെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോവാം. ഞാനാണെങ്കിൽ കുറേ പാർലേജിയൊക്കെ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കൊറിയയിൽ പാർലേജി കിട്ടും, എവിടെയാണെന്നറിയാമോ? ഇവിടെ ചില ഉസ്ബെക്കിസ്ഥാൻ്റെ ഷോപ്പുകളുണ്ട്. അവിടെ ഇന്ത്യൻ സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്നാക്കുകളൊക്കെ കിട്ടും. അതായത് നോർത്ത് ഇന്ത്യൻ മിക്സ്ചർ, അതായത് മിച്ചർ, അതൊക്കെ കിട്ടും. അപ്പോൾ ആ കടയിൽ ഞാൻ പോയപ്പോൾ പാർലേജി കിട്ടി എനിക്ക്. പാർലേജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് ടൈപ്പുള്ളൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ എനിക്ക് പുഴുപ്പല്ലുണ്ടായിരുന്നു. ആ പുഴുപ്പല്ല് വരാൻ കാരണം പാർലേജിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാത്രി എണീറ്റ് എന്തോ കരയുമായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ ഇവരെനിക്ക് എന്ത് ചെയ്യും, പാർലേജി ഇങ്ങനെ കട്ടൻ ചായയിൽ മുക്കിത്തരും. അപ്പം ഞാൻ രാത്രി അത് കഴിച്ചിട്ട് കിടന്നിട്ട് എൻ്റെ പല്ല് മുഴുവൻ പുഴു തിന്നു എന്നാണ് പറഞ്ഞത് ചെറുപ്പത്തിൽ. അത് കഴിഞ്ഞിട്ട് നല്ല പല്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലെ എല്ലാ പട്ടിക്കുട്ടികളെയും ഞങ്ങൾ വളർത്തുന്നത് അങ്ങനെയാണ്. ചെറുപ്പം മുതലേ ഞങ്ങൾ പാലും പാർലേജിയും കലക്കി കൊടുക്കും. പാല് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വണ്ണം വെക്കില്ല, നല്ല ശരീരമൊന്നും പുഷ്ടിയാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോഴല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ പെഡിഗ്രിയൊക്കെ ഇറങ്ങിയത്. പണ്ട് സമയത്ത്, അതായത് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറയുമ്പോൾ പട്ടിക്കുട്ടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് തീറ്റയൊന്നും അങ്ങനെ അധികം വാങ്ങാൻ കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ പാർലേജിയൊക്കെയാണ് കലക്കി കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോഴും എൻ്റെ മോറിസിനെയൊക്കെ ഞാൻ വളർത്തിയത് പാർലേജി കൊടുത്തിട്ടാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അനന്ത് വരുമ്പോൾ വലിയ പാർലേജി വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു മോറീസിനെ കാണാൻ വരുമ്പോൾ. അപ്പോൾ ഞാൻ മോറീസിനെ കണ്ട് അവനെ പാർലേജി മാമൻ എന്നാണ് വിളിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുകളിലുള്ള വളവും കൂടെ കയറി പോകുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്തുന്നത്. ഇനി ഇതിൽക്കൂടെ പോകുമ്പോൾ അവിടെ വേറൊരു സ്ഥലമുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ബുദ്ധിസ്റ്റ് ടെമ്പിൾ. ചോങ്ഹോസ ടെമ്പിൾ എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെയാന്ന് തോന്നുന്നു, ഞാൻ ചെറുതായിട്ട് മറന്നുപോയേ. ഇതൊരു നല്ല കല്ലൊക്കെ പാവേ നല്ലൊരു വഴിക്കൂടെ നമ്മൾ പോകുന്നത്. ഇതിൽക്കൂടെ പോണ സമയത്ത് എനിക്ക് എന്തോ നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ ഉള്ള റബ്ബർ തോട്ടത്തിൽ കൂടെ പോകുമ്പോൾ എങ്ങനെയാണോ അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ചിറ്റയുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു റബ്ബർ തോട്ടമുണ്ട്, ഇതേപോലെ തന്നെ ഒരു റോഡും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ കൂടെ ഇങ്ങനെ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ പോകും ഞാനും എൻ്റെ ചിറ്റയുടെ മോളും കൂടെ കൂടിയിട്ട്. അപ്പോൾ എനിക്ക് ഇതിൽ കൂടെ നടന്നപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. ഇവിടെ ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റും ഉണ്ട്, പിന്നെ നല്ല ഭംഗിയുള്ളൊരു വാഷ്റൂമുണ്ട്. നല്ല ഭംഗിയുള്ള എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയൊക്കെ ഉള്ള ഒരു കുഞ്ഞ് വാഷ്റൂമൊക്കെ ഉണ്ട് അവിടെ. ആക്ച്വലി അവിടെ ഒരു സ്മൈലി വന്നത് എന്താണെന്നറിയാമോ? ആ കുന്നിൻ്റെ താഴെ ഒരു പൂച്ചയിരിപ്പുണ്ടായിരുന്നു. പൂച്ചയുടെ സ്റ്റിക്കർ ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല, പിന്നെ ഞാനോടത്ത് വേണ്ടാന്ന്. ഇവിടെയാണ് ആ ബുദ്ധിസ്റ്റ് ടെമ്പിളുള്ളത്. ടെമ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ശരിക്കും ആൾക്കാരൊക്കെ കൂടി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം. അതാണല്ലോ ശരിക്കും ടെമ്പിൾ അല്ലേ. അപ്പോൾ നോക്കി, ഇവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ സ്റ്റാച്ചുവിനെ പറ്റിയിട്ടും ഈ ടെമ്പിളിനെ പറ്റിയിട്ടൊക്കെ. പക്ഷേ ഞാനെല്ലാം മറന്നുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുൻപ് ഞാൻ ഇവിടെ വന്ന സമയത്ത് എല്ലാം ഞാൻ ഈ പീക്കിലാണ് കയറാൻ പോകാറുള്ളത്. ഈ സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ വേറൊരു വഴിയുണ്ട് ഇതേ പീക്കിൻ്റെ അടുത്ത് തന്നെ. അപ്പോഴാണ് നമ്മളിത് കാണുന്നത് കേട്ടോ. പണ്ട് ഞാനൊരു
മല കയറാൻ പോയപ്പോൾ കുറേ ഇങ്ങനെ ബുദ്ധിസ്റ്റ് സ്റ്റാച്ചു അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അന്ന് ആ സ്വപ്നത്തിൽ ആ മലയെല്ലാം ഇടിഞ്ഞു വീണു. അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് പേടിയായിട്ട് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് പോന്നു. എൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണിത്. ആ വഴിക്കൂടെ ഞാൻ കുറച്ച് നേരം നടന്ന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ അവിടെ നല്ല ഭംഗിയിൽ കുറേ സ്റ്റെപ്പൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ പോകുമ്പോൾ ആ പൂച്ച ഇരുന്നില്ലേ, അങ്ങോട്ടേക്കൊക്കെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ആരും ഇല്ല അവിടെ ഒന്നും. ഇത് കണ്ടപ്പോൾ എനിക്ക് വേറൊരു സംഭവം ഓർമ്മ വന്നു. 9ാം ക്ലാസ്സിൽ ഞങ്ങളൊരു ഇംഗ്ലീഷ് കഥ പഠിച്ചിട്ടുണ്ട്. അത് സിനിമയാക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ആ സിനിമയും കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആൻ ഒക്യുറൻസ് ഇൻ ഔൾ ക്രീക്ക് ബ്രിഡ്ജ്, അങ്ങനെയാണ്. അതായത് അതെന്താ കഥ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ കഥ അറിയുമെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ ആ കഥ പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും നടക്കുവാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. അവിടെ ഒരു ചെറിയ വാഷ്റൂം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നല്ല വൃത്തിയുള്ള ഒരു കുഞ്ഞു ബാത്റൂം. നമ്മളകത്ത് കയറുന്ന സമയത്ത് ഒരു പാട്ടൊക്കെ കേൾക്കും, നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് പാട്ടൊക്കെ നിൽക്കും. അങ്ങനെ കഥ പറയട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. ഈ തൂക്കിക്കൊല്ലാൻ പോകുന്ന സമയത്ത് ഈ ആളെന്താണ് ഇങ്ങനെ ആലോചിക്കും, അതായത് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന കാര്യമൊക്കെ. പെട്ടെന്ന് ആ തൂക്കിക്കൊല്ലണ കയറുണ്ടല്ലോ, ശരിക്കും ആ കയറ് പൊട്ടിയിട്ട് ആ ബ്രിഡ്ജിൽ നിന്ന് താഴത്തോട്ട് ചാടുവാണ്. ആ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആ സമയത്ത് അതിൽ പോകുമ്പോൾ ഒരു മൂങ്ങ കരയണ സൗണ്ട് കേൾക്കും. അതാണ് ഔൾ ക്രീക്ക് ബ്രിഡ്ജ് എന്ന് പറയണത്. അവളെന്ന് പറഞ്ഞാൽ മൂങ്ങിയാണല്ലോ, അങ്ങനെ. അപ്പോൾ ആ കയർ പൊട്ടിയിട്ട് ആൾ നിലത്ത് കയടുവാണേ. നിലത്ത് കയടുമ്പോൾ ഈ പട്ടാളക്കാർ വെള്ളത്തിയിട്ടൊക്കെ വെടിയൊക്കെ വെക്കും. പക്ഷേ ആൾ നീന്തി പോവും. നീന്തി ഒരുപാട് കാടും മലയൊക്കെ താണ്ടി ആൾ വീട്ടിലെത്തുമ്പോൾ ഭാര്യ ഓടി വരും. അപ്പോൾ ഭാര്യയുടെ അടുത്തേക്ക് ഇയാൾ ഓടി ചെല്ലുമ്പോൾ അവരിങ്ങനെ തൊടാൻ വേണ്ടിയിട്ട് ധീരയിലെ പോലെ കൈ രണ്ടും ഇങ്ങനെ വെക്കണ സമയത്ത് എന്താണ്, പെട്ടെന്ന് ഒരു ബോഡി ഇങ്ങനെ താഴത്തോട്ട് ചാടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ ആ തൂക്കിക്കൊല്ലണ സമയത്ത് ആലോചിച്ചതായിരുന്നു ഇതെല്ലാം. ഇതേപോലെ ഒരു സീൻ ഒരു മമ്മൂട്ടിയുടെ പടത്തിലുണ്ട്. വിഷ്ണു എന്നാണ് തോന്നുന്നു ആ പടത്തിൻ്റെ പേര്. പണ്ടെങ്ങോ ഞാൻ കണ്ടതാണ്. അങ്ങനെ ഇനി രണ്ടാമത്തെ റെസ്റ്റിംഗ് പ്ലേസാണ്. നമ്മൾ രണ്ടാമത്തെ ഹെയർ പിൻ വളവൊക്കെ കയറി വരുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഒരു ഹനോക്കൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാം ഇതുപോലെ ഹനോക്കായിട്ടാണ് പണിതേക്കുന്നത്. അതായത് ഹനോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജുഞ്ചുവിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ ഇരുന്നൊരു അപ്പാപ്പം വലിയ രീതിക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് ഒരു ആളോട്. എന്താണെന്നറിയില്ല, ഭയങ്കര ഒച്ചയിലാണ് സംസാരിക്കുന്നത്. ചില സമയത്ത് നമുക്ക് ഈ കൊറിയൻ അപ്പൂപ്പന്മാരൊക്കെ സംസാരിക്കണ കേൾക്കുമ്പോൾ ഇവർ ഇടി കൂടുവാണോ, ഭയങ്കര ഒച്ചയിൽ സംസാരിക്കണ എന്താണ്, അങ്ങനെ നമുക്ക് തോന്നും. പക്ഷേ അതവർ നോർമലായിട്ട് സംസാരിക്കണതാണ്. നമ്മൾ ഈ നടന്നു പോണ വഴിയിലെല്ലാം ഒരുപാട് കിളികളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. കാജിയാണ് മെയിൻ. ഇതിപ്പോൾ കാജിയുടെ സീസണാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് എല്ലായിടത്തും കാജി കപ്പിളായിട്ടാണ് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ മരമൊക്കെ കണ്ടോ, ഇത് എന്ത് ടൈപ്പ് മരമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാം ഓൾമോസ്റ്റ് സെയിം മരങ്ങളാണെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ റബ്ബർ തോട്ടമൊക്കെ പോലെ തന്നെ. എന്തൊക്കെ മരങ്ങളാണെന്നറിയില്ല, എല്ലാം ഒരു പ്രത്യേകതരം ഷേപ്പിലാണ് വളർന്നു നിൽക്കണേ. ഇപ്പം മല കയറി അങ്ങോട്ടേക്ക് പോകുന്ന കാരണം ഞാൻ ഭയങ്കര ടയേർഡായ കാരണം റോഡ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതായത് കൈ താന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊക്കി മരമൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് എക്സസൈസ് ചെയ്യണ കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ വാഷ്റൂമുകളുണ്ട്, അങ്ങനെയൊക്കെ. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തോ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇതെന്നൊക്കെ പറഞ്ഞ്. ആക്ച്വലി ഞാനിതെല്ലാം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനതൊന്നും പറയാത്തത്. സാധാരണ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മറക്കാറുള്ളതല്ല, പക്ഷേ ഞാൻ മറന്നുപോയിന്നേ. ഇവിടെ നമ്മൾ ചെല്ലാൻ നേരത്ത് കല്ലും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ നമ്മൾ മുകളിലോട്ട് കയറി പോകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പീക്കിലെത്തുന്നത്. അവിടെ ഒരു പവലിയൻ ഉണ്ട്. ആ പവലിയനിൽ നിന്ന് നോക്കിയാലാണ് നമുക്ക് ജുഞ്ചു സിറ്റി നന്നായിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട്, സാധാരണ ഇവിടം വരെയാണ് ആൾക്കാർ വരാറ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ, അതായത്
പബ്ലിക്കിനെല്ലാം എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രാവിലെ തന്നെ എക്സസൈസ് ചെയ്യാൻ വന്ന ആൾക്കാരൊക്കെ ഇവിടെ വരെ വന്നിട്ട് അവരുടെ ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി പോവുകയാണ് ചെയ്യാറ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിയാലും ജുൻജു സിറ്റിയുടെ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ക്യാമറയ്ക്കൂടെ അത് കാണാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. നമ്മൾ നേരിട്ട് കാണുവാണെങ്കിൽ ആ മരങ്ങളുടെയൊക്കെ ഇടയിലേക്കൂടെ നമുക്ക് കാണാൻ പറ്റും. അത് നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ്. സ്റ്റെപ്പ് നോക്കിക്കേ, സ്റ്റെപ്പാണെങ്കിൽ ഭയങ്കര കുത്തനെയുള്ളൊരു സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട്ട് വീഴും. പിന്നെ കുറേ ഉണങ്ങിയ ഇലയൊക്കെ കിടക്കുന്നുണ്ടോ, അതും നമ്മൾ തെന്നാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കി നോക്കി കയറിപ്പോകണം. സ്റ്റെപ്പ് കണ്ടോ, ഭയങ്കര ഒരു എന്താ പറയണേ, യൂഷ്വലി ഒരു സ്റ്റെപ്പ് പോലെയല്ല, അത്ര കംഫർട്ടബിളായ സ്റ്റെപ്പല്ല, ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവിടെ കൈവരിയൊക്കെ ഉണ്ട്, നമുക്ക് അതുവഴി കയറിപ്പോകാം. പതിയെ പതിയെ കയറിപ്പോയാൽ മതി. ഞാൻ ഈ സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്തെ ഒരു അപ്പൂപ്പൻ എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. ആ അപ്പൂപ്പനെ ഞാൻ മുകളിലിട്ടായിരുന്നു കയറി വരുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് പകുതി എത്തിയപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇതുപോലെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം നിന്നിട്ട് കയറി പോകാമെന്ന്. അപ്പോൾ ഞാൻ നിന്നിട്ട് ബാക്കിലോട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ആ അപ്പൂപ്പൻ പെട്ടെന്ന് അപ്പുറത്തോട്ട് തിരിഞ്ഞു നിന്നു. ഫേസ് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു എന്നെപ്പോലെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ അതൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പൂപ്പൻ അങ്ങോട്ട് തന്നെ തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നേരെ കയറി പോന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൂക്ഷിച്ച് കയറി വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. അതായത് നമ്മൾ ഈ കയറിപ്പോകുന്ന സ്റ്റെപ്പിൻ്റെ സൈഡിൽ മാത്രമേ ഇങ്ങനെ കൈവരികളുള്ളൂ. ബാക്കി ഇതിൻ്റെ സൈഡിലൊക്കെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള, നമ്മൾ ചാടിക്കഴിഞ്ഞാൽ തെന്നി തെന്നി താഴത്തോട്ട് പോകുന്ന അങ്ങനത്തെ ഏരിയ ഉള്ള അപ്പാപ്പനെ കണ്ടോ, അതാണ് അപ്പാപ്പൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കയറി വരണം മുകളിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. അത്യാവശ്യം നല്ലൊരു തണുപ്പുള്ളൊരു ദിവസമാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ മുകളിലെത്തിയപ്പോഴത്തേനും ഞാൻ ഇതുപോലെ ഒരുപാട് വിയർക്കുന്നുണ്ടായിരുന്നേ. പക്ഷെ കുറച്ച് നേരം നമ്മൾ ഇതുപോലെ പവലിയനിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തണുക്കുന്നുണ്ടായി നന്നായിട്ട്. കാരണം മുകളിൽ നല്ല തണുപ്പുണ്ടായി, നല്ല തണുത്ത കാറ്റും അങ്ങനെയൊക്കെ ആയിട്ട്. വഴി കണ്ടോ, നല്ല രസമില്ലേ. ഏതോ ഒരു ഡ്രാമയിൽ ഇതുപോലത്തെ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. പാർക്ക് സ്യോജൂൺ ആണോ അതിനകത്തുനിന്ന് എനിക്കൊരു സംശയമുണ്ട്, അറിയില്ല. ഞാനിതുപോലെ കുറേ കണ്ട ഡ്രാമയൊക്കെ മറന്നു പോയെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷേ എവിടെയൊക്കെയോ കണ്ട പോലെ. കണ്ടോ വഴിയൊക്കെ കണ്ടോ, സൈഡിട്ട് ഇതുപോലെ തെന്നി വീഴാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. പിന്നെ തട്ടി വീഴാനും ചാൻസ് ഉണ്ട്. കുറേ ചെറിയ പാറയുടെ ഇതൊക്കെ അവിടെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം നടന്നു പോകാൻ വേണ്ടിയിട്ട്. ഇത് ഏകദേശം ഒരു 400 മുതൽ 800 വരെ ഫീറ്റ് പൊക്കത്തിലാണെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അവിടെ ഒരു ബോർഡ് കണ്ടല്ലോ നമ്മൾ വന്ന സമയത്ത്. കറക്റ്റായിട്ട് ഇതുപോലെ സീ ലെവലിൽ എത്ര പൊങ്ങിയാണ് ആ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റെപ്പ് കയറി നടന്ന് ചെല്ലുമ്പോൾ അവിടെ ജുൻജുൻ്റെ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റെപ്പൊക്കെ നമുക്ക് ഓടിക്കയറിയാലോ, വാ ഓടിക്കയറാം. അങ്ങനെ ഓടിക്കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന ജുൻജുൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ടോ, ഹനോക്ക് വില്ലേജ് മുതൽ നമുക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എൻ്റെ ക്യാമറ വളരെ നല്ലതായതുകൊണ്ട് ഇതിനകത്തൊന്നും തന്നെ കാണാൻ പറ്റത്തില്ല. നമ്മളവിടെ മുകളിൽ കയറി ചെല്ലാൻ നേരത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹനോക്ക് വില്ലേജ്, അതിൻ്റെ അടുത്തുള്ള ബ്രിഡ്ജ്, ഒരുപാട് വലിയ ബിൽഡിങ്സ്, അതെല്ലാം നമുക്ക് കാണാൻ പറ്റും.
തിരിച്ചിറങ്ങിപ്പോണ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടെന്നാണ് ഞാൻ വിചാരിച്ചേ. പക്ഷേ എന്നാലും ഞാൻ വീഡിയോ എടുത്തു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. മുകളിലോട്ട് കയറി പോണേനേക്കായും താഴത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഞാനെടുത്ത വീഡിയോയിലാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് എല്ലാ ഏരിയയും ഒട്ടുമിക്കതും ഇതിനകത്ത് കാണാൻ പറ്റും. നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന്. അങ്ങനെ നമ്മൾ മലയൊക്കെ ഇറങ്ങി താഴെ എത്തിയേക്കുവാണ്. അപ്പോൾ ഇനി അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ബൈ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.